ജയിൽ ചാട്ടം എന്ന് പറയുന്നത് ഒരു ജയിൽ എമർജൻസിയാണ്. ജയിലിനുള്ളിൽ സംഭവിക്കുന്ന ഒരു എമർജൻസിയാണ്. എല്ലാ ജീവനക്കാർക്കും തടവുകാരോട് അടുപ്പവും ബന്ധവും ഉണ്ട്. അത് ഇല്ലാതിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഈ ആരോപണങ്ങളിലേക്ക് വരാം. ഉദ്യോഗസ്ഥൻ ചില സഹായങ്ങൾ അയാൾക്ക് ചെയ്തു കൊടുത്തു, അയാൾക്ക് സഹായം ചെയ്തു കൊടുക്കണം. അയാൾക്ക് സഹായം ചെയ്തു കൊടുക്കാനുള്ള ബാധ്യത ഈ ഉദ്യോഗസ്ഥനുണ്ട്. ജീവപര്യന്തം എന്ന് പറയുന്നത് ജീവാവസാനം വരെ എന്ന് തന്നെയാണ്. നമ്മളിപ്പോൾ സിനിമയിൽ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ വരുന്ന തടവുകാരെ മറ്റ് തടവുകാർ ഉപദ്രവിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അകത്ത് കയറി വരുന്ന ഒരു തടവുകാരനെ മറ്റ് തടവുകാർ ഉൾക്കൊള്ളുന്നത് അയാൾക്കൊരു വലിയ ആശ്വാസം. എല്ലാ ജയിലുകളിലും എല്ലാ ജയിൽ ഡിപ്പാർട്ട്മെൻറ്റും അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സൗകര്യത്തിനപ്പുറത്തേക്ക് തടവുകാരെ പ്രവേശിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളത്. കൂടുതൽ തടവുകാർ പ്രവേശിപ്പിക്കുകയും അവരെ താമസിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ശാസ്ത്രീയ മാർഗങ്ങളെ അതുപോലെ അവലംബിച്ച് ഈ കറക്ഷൻ്റെ കാര്യത്തിലേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. തൊഴിൽ ചെയ്യുന്ന തടവുകാർക്ക് 2-3 സ്കെയിലുകളിലായിട്ട് അവർക്ക് നമ്മൾ കൂലി കൊടുക്കാറുണ്ട്. മറ്റ് ജോലികൾ ജയിലിനുള്ളിൽ തടവുകാർക്ക് കൊടുക്കാറുണ്ടല്ലോ. അതെന്തൊക്കെ ജോലികളാണ് കൊടുക്കുന്നത്? അതിന് കൂലി കൊടുക്കാറുണ്ടോ? അങ്ങനെയുള്ള സംവിധാനങ്ങൾ ജയിലിനുള്ളിൽ ഒരുപാട് ജോലികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജയിലെന്ന് പറയുമ്പോൾ മേജർ ജയിലുകളെല്ലാം ഒരു ഗ്രാമം പോലെയാണ് പ്രവർത്തിക്കുന്നത്. എന്തെല്ലാം ജോലികൾ ഒരു ഗ്രാമത്തിലുണ്ടോ അതെല്ലാം അവിടെയും ഉണ്ടാകും. ഇപ്പോൾ ഒരു ഗ്രാമത്തിൽ ഇപ്പോൾ അടുക്കള ജോലികളുണ്ട്, ഓഫീസ് ജോലികളുണ്ട്, അതിൻ്റെ അലക്ക് ജോലികളുണ്ട്, കൃഷിപ്പണിയുണ്ട്, പശുവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവികളുടെ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വളർത്തു മൃഗങ്ങളുടെ പരിപാലനമുണ്ട്. അപ്പോൾ ഈ ജോലികളെല്ലാം നമ്മൾ ജയിലിനുള്ളിലുമുണ്ട്. അപ്പോൾ ജയിലിനുള്ളിൽ കൂടുതൽ തടവുകാർ ചെയ്യുന്നത് കൃഷിപ്പണികളാണ്. ആ കൃഷിപ്പണികൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മനുഷ്യൻ്റെ മനസ്സിനുള്ളിൽ സൃഷ്ട്യോന്മുഖമായിട്ടുള്ള ഒരു താല്പര്യം, തൃഷ്ണ അത് വളർത്തിയെടുക്കുക എന്നുള്ളതും ഒരുതരം കൃഷിയിലൂടെ കാരണം ഒന്ന് നമ്മൾ നടുകയാണ്, ഒരുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട. ഭൂമിയാണെങ്കിലും ഒരു വിത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഒരുക്കൽ നടക്കുന്നു. അതിനൊരു പ്ലാനിങ് വരുന്നു. അത് ഒരു വിത്തായിട്ട് അവർ നടുന്നു. ആ വിത്തിൻ്റെ വിത്ത് പൊട്ടി മുളച്ച് തൈയായിട്ട് മാറുന്നു. ആ തൈ വീണ്ടും വീണ്ടും ശാഖകളും ഇലകളും ഒക്കെ ആയിട്ട് വളരുകയാണ്. താഴേക്ക് വേരും മുകളിലേക്ക് ശാഖകളുമായിട്ട് അത് വളരുന്നു, അത് പുഷ്പിക്കുന്നു, അതിൽ നിന്നൊരു ഫലമുണ്ടാകും. ഇത് ഒരു തടവുകാരൻ്റെ മനസ്സിനകത്ത് വരുത്തുന്ന വലിയൊരു കാര്യമുണ്ട്. അതായത് എന്തിനെങ്കിലും ഒന്ന് നശിപ്പിച്ച അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒന്ന് നഷ്ടപ്പെടുത്തിയ, എന്തിനെങ്കിലും മുറിവേൽപ്പിച്ച ഒരാളാണ് ഈ അന്തേവാസി തടവുകാരൻ. അപ്പം അയാൾ ഒന്ന് പുതുതായിട്ട് സൃഷ്ടിക്കുന്നതിൻ്റെ ഒരു അനുഭവത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് അയാളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു തെറാപ്പി പോലെയാണ് ഈ കൃഷി പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷിയാണ് ജയിലുകളിൽ പ്രധാനമായിട്ടുള്ള ഒരു തൊഴിൽ ചെയ്യുന്ന തടവുകാർക്ക് 2-3 സ്കെയിലുകളിലായിട്ട് അവർക്ക് നമ്മൾ കൂലി കൊടുക്കാറുണ്ട്. കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം കൂലിയുടെ അത്രയും എത്തിയിട്ടില്ലെങ്കിലും ഇന്ത്യയിലെ ജയിലുകളിൽ സാമാന്യം ഭേദപ്പെട്ട അല്ലെങ്കിൽ 2ാം സ്ഥാനത്തോ 1ാം സ്ഥാനത്തോ ഒക്കെ വേതനം നൽകുന്ന ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിലെ ജയിൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിനൊന്നും നല്ല വേതനം നൽകുന്നു. സാറിൻ്റെ ഒരു റിട്ടയർമെൻറ്റ് വലിയ വാർത്തയായതാണ്. തടവുകാർ താങ്കളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതും അങ്ങനെയുള്ള സംഭവങ്ങൾ. ഈ സാധാരണ ജയിൽ ഉദ്യോഗസ്ഥർ ഈ തടവുകാരുമായി ഇങ്ങനെ ഒരു ബന്ധം സൂക്ഷിക്കാറുണ്ടോ? അതോ സാറിനെ പോലുള്ള വളരെ അപൂർവമായിട്ടുള്ള സംഭവങ്ങൾ ആളുകൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ? അല്ല, എല്ലാ ജീവനക്കാർക്കും തടവുകാരോട് അടുപ്പവും ബന്ധവും ഉണ്ട്. അത് ഇല്ലാതിരിക്കാൻ പറ്റില്ല. കാരണം തടവുകാർ എന്ന് പറയുന്നത് സാധാരണ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ കുറച്ച് സമയമാണ് അവരുടെ കയ്യിൽ തടവുകാർ അല്ലെങ്കിൽ കുറ്റവാളി ഉണ്ടാവുക. അല്ലെങ്കിൽ ജയിലിനുള്ളിലേക്ക് അയക്കുന്ന ഒരാളിനെ പോലീസ് കൈകാര്യം ചെയ്യുന്നതോ അല്ലെങ്കിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടാകുന്നതോ പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർ അയാളെ പരിപാലിക്കുന്നതോ ഒക്കെ വളരെ കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. പക്ഷേ അയാൾക്ക് ദീർഘകാലം ജയിലിനുള്ളിലാണ്. ദീർഘകാലം ജയിലിനുള്ളിലെന്ന് പറയുമ്പോഴത്തേക്ക് തടവുകാർ വേറെ അവരുടെ ഏതെങ്കിലും ഒരു ബന്ധുവിനെ കാണുന്നതിനേക്കാൾ കൂടുതൽ കാലം അവർ ജയിൽ ഉദ്യോഗസ്ഥനെ കാണും. അതുപോലെ തന്നെ ജയിൽ ഉദ്യോഗസ്ഥനും അയാളുടെ ഒരു ബന്ധുക്കളെ അവരുമായിട്ട് ഇടപഴകുന്നതിനേക്കാൾ കൂടുതൽ കാലം തടവുകാരുമായിട്ട് ഇടപഴകും.
ഇപ്പോൾ 15 വർഷം 20 വർഷമൊക്കെ കാണുന്ന തടവുകാർ നമ്മുടെ മുമ്പിലുണ്ട്. 20 വർഷമായിട്ട് ഒരു തടവുകാരനെ എനിക്കറിയാം. അതല്ലെങ്കിൽ 15 വർഷമായിട്ട് ഒരാളിനെ എനിക്കറിയാം. അയാൾ വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനത്തിലായിരിക്കും. എന്നാലും ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ജോലി ചെയ്യുമ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന പല തടവുകാരും ഇപ്പോഴും അവിടെയുണ്ട്. അവരുടെ എല്ലാം അവസ്ഥകൾ എനിക്കറിയാം. അവരുടെ രീതികൾ, അവരുടെ സ്വഭാവം, അവരുടെ ഗുണങ്ങൾ, അവരുടെ കുറവുകൾ, അവരുടെ കുടുംബം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരിൽ കാണുകയും അവരോട് ഒരു ബന്ധുവിനെ പോലെ ഇടപഴകുകയുമാണ്. ഈ ഒരു അവസ്ഥ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അപൂർവം. ഒരു രോഗിയായിട്ട് ആശുപത്രിയിൽ വരുന്ന ഒരാളിനോട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടർക്കോ നഴ്സിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആരോഗ്യ പരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനോ ഉള്ള ബന്ധം പോലും അല്ല ഇത്. അവർക്ക് വ്യക്തിപരമായി ഇടപഴകാനുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ട്. ഇത് അങ്ങനെയല്ല. എല്ലാ കാര്യങ്ങളും അയാളുടെ മനസ്സ് തുറക്കുന്നത്. പിന്നെ ഇതിന് ഒരു ഏറ്റക്കുറച്ചിലുണ്ട്. ചില മനുഷ്യർ അല്ലെങ്കിൽ ചില തടവുകാരോട് ഉദ്യോഗസ്ഥൻ ഇടപഴകുന്നതിൻ്റെ അളവിൽ ചില വ്യത്യാസമുണ്ട്. ഒരാൾക്ക് 40 മാർക്ക് നമ്മൾ കൊടുക്കാൻ പറ്റുമ്പോൾ ഒരാൾക്ക് 60 മാർക്ക് കൊടുക്കാൻ പറ്റുമായിരിക്കും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അത് പലപ്പോഴും ഉദ്യോഗസ്ഥരോട് നമ്മൾ എപ്പോഴും ആവശ്യപ്പെടുന്നത് അവർ പ്രൊഫഷണൽ ആയിരിക്കണം എന്നാണ്. എല്ലാ ഉദ്യോഗസ്ഥരോടും നമ്മൾ ആവശ്യപ്പെടുന്നെങ്കിൽ പ്രൊഫഷണൽ ആയിരിക്കണം. പക്ഷേ പ്രൊഫഷണലാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടവുകാരൻ്റെ വൈയക്തികമായിട്ടുള്ള അയാളുടെ വൈകാരിക ലോകത്തിലേക്ക് പ്രവേശിക്കുകയും അയാളുടെ പ്രശ്നങ്ങൾ നമ്മളുടെ പ്രശ്നങ്ങളാണെന്ന് തോന്നുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാവരുത്. അത് നമ്മൾ ഫലപ്രദമായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നതിനെ തടസ്സപ്പെടുത്തും. പക്ഷേ മറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അയാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അയാളുമായിട്ട് നിരന്തരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അയാളുടെ പ്രശ്നങ്ങളെ ഉൾക്കൊള്ളുക, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. കാരണം വേറെ ആരോടും അയാൾക്ക് ഷെയർ ചെയ്യാനില്ല. അയാൾക്ക് ഭാര്യയോട് ഷെയർ ചെയ്യാനില്ല, മക്കളോട് ഷെയർ ചെയ്യാനില്ല, ബന്ധുക്കളോട് ഷെയർ ചെയ്യാനില്ല, കൂട്ടുകാരോട് ഷെയർ ചെയ്യാനില്ല. ഇതെല്ലാം ഒരു ഉദ്യോഗസ്ഥനാണ് ഈ റോളുകളെല്ലാം നിർവഹിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് എല്ലാ ജയിലുദ്യോഗസ്ഥരോടും തടവുകാർക്കുള്ള ബന്ധം അതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ആരോപണങ്ങൾ വരും. ഇതുകൊണ്ടാണ് ഈ ഒരു പ്രൊഫഷണലിസം വിട്ടുപോയാൽ ചിലപ്പോൾ ഈ ആരോപണങ്ങളിലേക്ക് വരാം. ഉദ്യോഗസ്ഥൻ ചില സഹായങ്ങൾ അയാൾക്ക് ചെയ്തു കൊടുത്തു. അയാൾക്ക് സഹായം ചെയ്തു കൊടുക്കണം. അയാൾക്ക് സഹായം ചെയ്തു കൊടുക്കാനുള്ള ബാധ്യത ഈ ഉദ്യോഗസ്ഥനുണ്ട്. അയാൾക്ക് ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അയാൾക്ക് ചില വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുക, അയാളെ ഉപദേശിക്കുക. അല്ലാതെ അയാളെ നമ്മൾ തുടങ്ങിയപ്പോൾ സംസാരിച്ചതുപോലെ അയാളെ ഒരു മുറിക്കുള്ളിലേക്ക് നമ്മൾ വെറുതെ കൊണ്ടൊന്ന് പൂട്ടിയിടുകയും അയാൾ എത്രയും നേരം നോക്കിയതിന് ശേഷം തുറന്ന് വെളിയിലേക്ക് ഇറക്കി വിടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഈ സിസ്റ്റത്തിൻ്റെ ഉദ്ദേശം പൂർത്തീകരിക്കുന്നതിന് സഹായിക്കില്ല. അങ്ങനെയുള്ള ബന്ധമുള്ളപ്പോഴും മാത്രമല്ല അത്രയും ടൈറ്റായിട്ടുള്ള കൃത്യമായ സെക്യൂരിറ്റി പിന്തുടരുമ്പോഴും ഈ ജയിലുകളിൽ നിന്ന് ജയിൽ ചാട്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. ജയിൽ ചാട്ടം എന്ന് പറയുന്നത് ഒരു ജയിൽ എമർജൻസിയാണ്. ജയിലിനുള്ളിൽ സംഭവിക്കുന്നൊരു എമർജൻസിയാണ്. ആ എമർജൻസി വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് എമർജൻസീസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും ജയിലിലെ ഉദ്യോഗസ്ഥൻ ഏറ്റവും ആദ്യം സംഭവിക്കരുത് എന്ന് വിചാരിക്കുന്ന കാര്യമാണ് ജയിൽ ചാട്ടം. മറ്റൊന്ന് ജയിലിൽ നടക്കുന്ന മരണമാണ്. അത് ആത്മഹത്യയായാലും അല്ലാത്ത മരണമാണെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ ജയിലിനുള്ളിൽ ഉദ്യോഗസ്ഥരാണെങ്കിലും തടവുകാരാണെങ്കിലും നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അത് പൊതു സ്വഭാവമാണ് ഞാൻ. പക്ഷേ എന്നാലും മനുഷ്യൻ്റെ ബന്ധങ്ങൾ, മനുഷ്യൻ്റെ വിചാരങ്ങൾ, മനുഷ്യൻ്റെ വികാര വിക്ഷോഭങ്ങൾ, അയാൾ ധരിച്ചു വെക്കുന്ന ചില അബദ്ധവിശ്വാസങ്ങൾ, ഇതൊക്കെ അവരെ എസ്കേപ്പിന് വേണ്ടിയിട്ട് നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ ആ അവസ്ഥയിലേക്ക് അവരെ കൊണ്ട് എത്തിക്കുകയോ ഒക്കെ ചെയ്തുകൂടായികയില്ല. അങ്ങനെ സംഭവിക്കാം. അത് പല എസ്കേപ്പ് ചെയ്തിട്ടുള്ള പല തടവുകാരും ഒരു ആത്മഹത്യ ചെയ്യുന്നതും എസ്കേപ്പ് ചെയ്യുന്നതും പെട്ടെന്ന് ഒരു ഒറ്റക്കാര്യത്തിൽ മാത്രമായിട്ട് തീരുമാനമെടുത്ത് അത് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്യുന്നതാണ്. സൂയിസൈഡ് ചെയ്യുന്നതും അങ്ങനെയാണ്. എസ്കേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് രക്ഷപ്പെടണം എന്നുള്ളതല്ലാതെ അതിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ചോ അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന അവസ്ഥയെക്കുറിച്ചോ ഒന്നും അയാൾ അന്നേരം ആലോചിക്കുന്നില്ല. പക്ഷെ മറിച്ച് പിന്നീട് അയാൾ ചിലപ്പോൾ അതിനകത്ത് റിപ്പൻറ്റ് ചെയ്തു എന്ന് വരാം. എന്നാലും ഇതാണ് അത് മനുഷ്യനാണല്ലോ അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. ആ മനുഷ്യന് സംഭവിക്കാവുന്ന എല്ലാ ദൗർബല്യങ്ങളും ചിന്താക്കുഴപ്പങ്ങളും
ഒക്കെ ഈ ഇത്തരത്തിലുള്ള ജയിലിനുള്ളിലെ മനുഷ്യർക്കും സംഭവിക്കും. ഇങ്ങനെ ഒരു കൂട്ടത്തിൽ, അതായത് കുറ്റവാളികളുടെ ഒരു കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ, അപ്പോൾ ഈ തടവുകാരുടെ മാനസികാരോഗ്യം അതെങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? തടവുകാരുടെ മാനസികാരോഗ്യം ഒരു വളരെ പ്രധാനപ്പെട്ട വലിയ കൺസേണുള്ള ഒരു ഘടകമാണ്. കാരണം ജയിലിനുള്ളിലേക്ക് വരുന്ന ഒരു മനുഷ്യൻ അയാളുടെ അതുവരെയുള്ള ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. അതുവരെയുള്ള അയാളുടെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച്, അയാളുടെ എല്ലാ സന്തോഷങ്ങളും അവസാനിച്ച്, അയാൾ വേറെ ഒരു വഴിയിലൂടെ, അയാൾ പ്രതീക്ഷിക്കാത്ത മറ്റൊരു വഴിയിലൂടെ അയാൾ ഒഴുകാൻ തുടങ്ങുകയാണ്. അത് എല്ലാ ആൾക്കാർക്കും അതിലേക്ക് വരുന്ന ഏത് മനുഷ്യനും, അതിപ്പോൾ ഞാനിന്ന് നാളെ ജയിലിൽ പോയാലും എനിക്കും സംഭവിക്കുന്ന പ്രശ്നം ഗൗരവമേറിയതും ഗുരുതരവുമാണ്. അതിൽ നിന്ന് പിന്നീട് മനുഷ്യൻ എന്നുള്ള രീതിയിൽ, മനുഷ്യനെന്ന് പറയുന്ന ആൾക്ക് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. ആ കഴിവ് ഉപയോഗപ്പെടുത്തി പിന്നീട് അയാൾ മടങ്ങി വരികയോ നോർമലാവുകയോ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 24 മണിക്കൂർ, ആദ്യത്തെ 30 ദിവസമൊക്കെ ഒരു ജയിലിനുള്ളിൽ വരുന്ന ഒരാളിന് വളരെ പ്രധാനപ്പെട്ടത്. അത് മാനസികാരോഗ്യത്തെയും ബാധിക്കും. അയാൾ ഇതുവരെ ഉണ്ടായിരുന്ന വളരെ സ്വതന്ത്രമായിട്ടുള്ള, അയാൾ അനുഭവിച്ചിരുന്ന എല്ലാ സ്വാതന്ത്ര്യവും ഭരണഘടന ഉറപ്പുവരുത്തിയ എല്ലാ സൗകര്യങ്ങളും അവസാനിച്ചിട്ട് അയാൾക്കിഷ്ടമല്ലാത്ത ഒരു സിസ്റ്റത്തിലേക്ക് വരിക. അപ്പോൾ അത് അയാളുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കുകയും മാനസികാരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ആ മാനസികാരോഗ്യത്തെ ബാധിക്കാതിരിക്കാൻ വളരെ ഒരു മറ്റ് സഹതടവുകാർ അയാളെ നന്നായി സഹായിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഈ സിറ്റുവേഷനിലേക്ക് പെട്ടെന്ന് കയറി വരുന്ന ഒരാളിനെ തടവുകാരുടെ സാന്നിധ്യം, അവരുടെ ആശ്വാസവാക്കുകൾ, അവരുടെ സഹകരണം, അയാൾക്ക് നൽകുന്ന ഒരു പരിഗണന, ഇതൊക്കെ ഒരു സഹതടവുകാരുടേതായിട്ടുള്ള ഒരു നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് അവരിൽ നിന്നുണ്ടാകാറുണ്ട്. ഇത് നമ്മളിപ്പോൾ സിനിമയിൽ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ വരുന്ന തടവുകാരെ മറ്റ് തടവുകാർ ഉപദ്രവിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ, ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അകത്ത് കയറി വരുന്ന ഒരു തടവുകാരനെ മറ്റ് തടവുകാർ ഉൾക്കൊള്ളുന്നത് അയാൾക്കൊരു വലിയ ആശ്വാസം. അങ്ങനെ സംഭവിക്കുന്നു. അതൊന്ന്. 2, ജീവനക്കാർ നൽകുന്നൊരു സപ്പോർട്ടുണ്ട് അയാൾക്ക്. അതും അയാളെ സാധാരണ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ സാധാരണ മാനസികാവസ്ഥയിലേക്കോ മടങ്ങി വരാൻ സഹായിക്കും. എന്നാൽ പോലും ജയിൽ എന്ന് പറയുന്നത് പരിപൂർണമായിട്ടും മാനസികാരോഗ്യം നിലനിർത്താൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു സ്ഥാപനമല്ല. അതിൻ്റെ സ്വഭാവം അതല്ല. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ജയിലിനുള്ളിൽ കുറ്റവാളികളുമായി ആത്മാർത്ഥമായ ബന്ധം പലപ്പോഴും സ്ഥാപിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ബന്ധം സ്ഥാപിക്കുമ്പോഴും ആത്യന്തികമായി പലരും കുറ്റവാളികളാണ്, അവർക്ക് കുറ്റവാസന ഉള്ളവരാണ്. ഇവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ശത്രുത അല്ലെങ്കിൽ ഒരു ഭീഷണി നിങ്ങൾക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഒരു 32 വർഷക്കാലത്തെ സർവീസിനിടയ്ക്ക് വളരെ അപൂർവമായിട്ട് 1-2 തടവുകാരുമായിട്ട് ഉണ്ടായിട്ടുള്ള, അതിനെയൊന്നും ഞാൻ അത്ര ഗൗരവമായിട്ട് കാണുന്ന കാര്യങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ പറയേണ്ട അവസ്ഥ പോലുമില്ല. അതുമാത്രമേ ഉള്ളൂ. അവരോടൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് സാധിക്കാതെ നിന്ന 1-2 തടവുകാരുടെ പേരല്ലാതെ മറ്റൊരു തടവുകാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മോശം പറയാനില്ല. ഞാൻ മറ്റവരെയും മോശമായിട്ടല്ല പറയുന്നത്, മറിച്ച് ഒരു കറക്ഷണൽ ഓഫീസർ എന്നുള്ള രീതിയിൽ എനിക്ക് അവരോട് അഡ്ജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് എന്നെ ഉൾക്കൊള്ളാനോ സാധിച്ചില്ല എന്നുള്ളത് എൻ്റെ ഒരു പരിമിതിയായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. മറിച്ച് ബാക്കിയുള്ള ഏത് തടവുകാരെയും നമുക്ക് അനുസരിപ്പിക്കാൻ സാധിക്കും, അവരെ ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കും, അവരെ നമുക്ക് പരിഗണിക്കാൻ സാധിക്കും, അവരിൽ നമുക്ക് സ്നേഹവും വിശ്വാസവും ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ജയിലിനുള്ളിൽ കുറ്റവാളികൾ തമ്മിലുള്ള ബന്ധം ഉണ്ടാകാറുണ്ട്. പലരും ഈ കുറ്റകൃത്യത്തിൻ്റെ പശ്ചാത്തലമുള്ളവരുമായിരിക്കും. ഇവർ തമ്മിലുണ്ടാകുന്ന ബന്ധം പിന്നീട് ജയിലിന് പുറത്തിറങ്ങുമ്പോൾ വളരുകയും ഒരു കൂട്ടുകെട്ടിൻ്റെ സ്വഭാവത്തിലേക്ക് പോകുകയും പിന്നീട് കുറ്റകൃത്യങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നൊരു രീതി കണ്ടുവരുന്നുണ്ടല്ലോ. ഇതിനെ തടയാൻ ജയിലിനുള്ളിൽ എന്തെങ്കിലും സംവിധാനമുണ്ടോ? അത് ജയിലുകളുടെ വലിയൊരു പരിമിതിയാണ്. പലപ്പോഴും ഈ കുറ്റവാസനയുള്ള തടവുകാർക്ക് പരസ്പരം അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ പങ്കുവയ്ക്കാനും അവർക്ക് അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനും അത് പുറത്ത് കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളൊരു ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളൊരു പ്രശ്നവുമാണ്. അതുകൊണ്ടാണ് ഈ പ്രൊബേഷൻ പോലെയുള്ള ചില കാര്യങ്ങൾ ജയിലിനുള്ളിൽ അല്ലെങ്കിൽ ശിക്ഷാവിധിയുടെ ഭാഗമായിട്ട് പലപ്പോഴും പ്രൊബേഷൻ സർവീസ് പോലെയുള്ള കാര്യങ്ങൾ പരീക്ഷിക്കാൻ നമ്മൾ നേരത്തെ തീരുമാനിച്ചത്. വെച്ച് കഴിഞ്ഞാൽ അതൊരു 10-70 വർഷങ്ങളായിട്ട്
നമ്മൾ നമ്മളെ ചിന്തയിലുള്ളൊരു കാര്യമാണ്. ജയിലിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ കണ്ടാമിനേഷൻ വരുന്നു, അല്ലെങ്കിൽ ഈ വിമലീകരണത്തിന് പകരം സ്വഭാവത്തിൽ പിന്നെ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അതിന് തടവുകാരെ ക്ലാസിഫൈ ചെയ്ത് താമസിപ്പിക്കുക എന്നുള്ളതാണ് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു കാര്യം. എങ്ങനെയൊക്കെയുള്ള തടവുകാരെ ഗ്രേഡ് ചെയ്യുക, തടവുകാരുടെ അവരുടെ ചെയ്തി, അവരുടെ മാനസികാവസ്ഥ, അവരുടെ കുറ്റവാസന, ഇതിനെ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കി അവരെ വേർതിരിച്ച് താമസിപ്പിക്കുകയും പുതുതായിട്ട് വരുന്ന തടവുകാർ, ആദ്യ കുറ്റവാളികൾ അല്ലെങ്കിൽ ആദ്യ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് ജയിലിലേക്ക് ആദ്യമായിട്ട് പ്രവേശിപ്പിക്കപ്പെടുന്നവർ, അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തുക എന്നൊക്കെ പറയുന്ന രീതി നമ്മൾ തിയറിറ്റിക്കലായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ ജയിലുകളിലും ഇന്ത്യയിലെ ജയിലുകളിലും ഒന്നും അത്തരത്തിലുള്ള ഒരു പ്രായോഗികമായിട്ട് നിർവഹിക്കാനുള്ളൊരു സൗകര്യം പലപ്പോഴും നമ്മുടെ ജയിലുകളിൽ ഇല്ല എന്നുള്ളൊരു പരിമിതി നമുക്കുണ്ട്. കൊടുങ്കുറ്റവാളികൾ, അതുപോലെ തന്നെ കാപ്പ പോലെയുള്ള വകുപ്പുകൾ ചുമത്തി കരുതൽ തടങ്കലിൽ വരുന്ന ആളുകൾ, റിമാൻഡ് പ്രതികൾ, വിചാരണ തടവുകാർ, പിന്നെ സാധാരണ നമ്മുടെ തടവുകാർ, ഇവരെല്ലാവരും ഒരുമിച്ചാണോ, ഒരേ രീതിയിലാണ് ഇവർ ഇടപഴകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജയിലുകളിലുണ്ടോ? മേജർ ജയിലുകളിലൊക്കെ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമ്മളുടെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞൊരു പരിമിതിയാണ്. കാരണം എല്ലാ ജയിലുകളും, ലോകത്തെ എല്ലാ ജയിലുകളും ഓവർ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ജയിലുകളാണ്. എല്ലാ ജയിലുകളിലും എല്ലാ ജയിൽ ഡിപ്പാർട്ട്മെൻറ്റും അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സൗകര്യത്തിനപ്പുറത്തേക്ക് തടവുകാരെ പ്രവേശിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളത്. ഇപ്പം നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടുത്തെ ബെഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്. അവിടെ ബെഡ് ഉണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യും. നമ്മൾ തിയേറ്ററിൽ പോയി ഒരു സിനിമയ്ക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കുമ്പോൾ ടിക്കറ്റ് തീർന്നു കഴിഞ്ഞാൽ അവർ ഹൗസ്ഫുൾ ആയിട്ട് എഴുതി കാണിക്കും, ഇനി നമുക്ക് ടിക്കറ്റ് ഇല്ല എന്നുള്ള കാര്യം പറയും. പക്ഷേ നമ്മുടെ ജയിലുകളെ സംബന്ധിച്ചിടത്തോളം ജയിലുകളുടെ അക്കോമഡേഷൻ അനുസരിച്ചല്ല, അക്കോമഡേഷൻ ഫെസിലിറ്റി വെച്ചിട്ടല്ല നമ്മൾ തടവുകാരെ അഡ്മിറ്റ് ചെയ്യുന്നത്. ഓരോ തടവുകാർ, ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിന് 750-നും 800-നും ഇടയ്ക്ക് തടവുകാരെ പാർപ്പിക്കാനുള്ള സൗകര്യമുള്ളതാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിൽ. പക്ഷേ നമുക്കവിടെ 1400-ഓളം തടവുകാർ ഉണ്ടാകുന്നു ഇപ്പോൾ. അതുപോലെ തന്നെ ദക്ഷിണ കേരളത്തിലെ ജയിലുകളെല്ലാം ഓവർ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ജയിലുകളാണ്. വനിതാ ജയിലുകൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ജയിലുകളും കേരളത്തിൽ ഓവർ പോപ്പുലേറ്റഡ് ആണ്. അപ്പോൾ അത് കൂടുതൽ തടവുകാർ പ്രവേശിപ്പിക്കുകയും അവരെ താമസിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ശാസ്ത്രീയ മാർഗ്ഗങ്ങളെ അതുപോലെ അവലംബിച്ച് ഈ കറക്ഷൻ്റെ കാര്യത്തിലേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതും ഇപ്പോൾ സെൻട്രൽ ജയിലുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷിച്ച തടവുകാരെ മാത്രം പാർപ്പിക്കാനുള്ള ഇടങ്ങളാണ്. പക്ഷേ മറ്റ് ജയിലുകളിൽ ഉണ്ടാകുന്ന ഓവർ പോപ്പുലേഷനെ നമ്മൾ ഈ മേജർ ജയിൽ കൊണ്ടാണ് പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ആലപ്പുഴയിൽ കൂടുതൽ തടവുകാർ അവിടെ പാർപ്പിക്കാവുന്നതിലധികം തടവുകാർ ആലപ്പുഴ ജില്ലാ ജയിലിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ നിന്നുള്ള തടവുകാരെ നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റി പാർപ്പിക്കുക. കാരണം സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് ഈ വലിയ സംവിധാനമായതുകൊണ്ട് അവിടെ എത്ര പേര് വന്നു കഴിഞ്ഞാലും അവരെ നമ്മൾ വിചാരിക്കുന്ന ശാസ്ത്രീയ രീതിയിലല്ലെങ്കിൽ പോലും അവിടെ പാർപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് അവിടേക്ക് മാറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഇതൊരു വലിയ പ്രശ്നമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ജയിലുകൾ ഉണ്ടാകുന്നതിനെ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിലും നമ്മളുടെ ജയിലുകളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുടെ എണ്ണം ഓരോ സ്ഥാപനത്തിലും പ്രവേശിപ്പിക്കുകയും പാലിക്കുകയും ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് സ്ഥാപനങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന നിഗമനം. ഈ തടവുകാരെ നിയന്ത്രിക്കുന്നതിൽ ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അതായത് ഫോൺ ഉപയോഗം പോലുള്ള മാൽ പ്രാക്ടീസുകൾ ജയിലുകൾക്കുള്ളിൽ വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല കുറ്റവാളികളും ജയിലിനുള്ളിൽ നിന്ന് ഫോൺ ഉപയോഗിച്ച് പുറത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇതുമൂലം സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഒന്നാമത് നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജയിലിൻ്റെ ഓതറൈസ്ഡ് അക്കോമഡേഷൻ അനുസരിച്ചാണ് ആ ജയിലുകളിലുള്ള സ്റ്റാഫ് പാറ്റേൺ നിശ്ചയിക്കപ്പെടുന്നത്. കൂടുതൽ തടവുകാർ വന്നു എന്നുള്ളത് കൊണ്ട് ജീവനക്കാരുടെ എണ്ണം വർദ്ധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ 750 പേരെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫ് 1400 പേരെയും നോക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. ജയിലിനുള്ളിലേക്ക് മയക്കുമരുന്ന് കടന്നു വരാം, അതുപോലെ ജയിലിനുള്ളിലേക്ക് നിരോധിക്കപ്പെട്ട വസ്തുക്കൾ കയറി വരാം, ജയിലിനുള്ളിലേക്ക് ഇലക്ട്രോണിക്സ് സാധനങ്ങൾ പ്രവേശിക്കാം. അത് ജയിലിനുള്ളിൽ നിന്ന് തടവുകാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തടവുകാരനെയും
സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യവും ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യുന്നത്. തടവുകാരനെ നിരീക്ഷിക്കുക. തടവുകാരൻ നമ്മളുടെ നിരീക്ഷണത്തിലാണ് എന്ന്. ആ നിരീക്ഷണം എന്ന് പറയുന്ന അവസ്ഥ പലപ്പോഴും അതിൻ്റെ ഗാഢത കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനെ കുറഞ്ഞു വരുന്ന ഉടനെ അത് സിസ്റ്റത്തെ ബാധിക്കുന്നുണ്ട്, അത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഈ വനിതാ ജയിലുകളെ കുറിച്ച്, വനിതാ ജയിലുകൾ ഒരു പ്രത്യേകം മാറ്റി നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ വേറിട്ട് തന്നെ നിൽക്കുന്ന ഒരു സംവിധാനമാണല്ലോ. അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? കേരളത്തിൽ വനിതാ ജയിലുകൾ ഇപ്പോൾ നമുക്ക് 3 പ്രധാനപ്പെട്ട വനിതാ ജയിലുകളാണുള്ളത്. തിരുവനന്തപുരത്തും തൃശ്ശൂരും കണ്ണൂരും 3 വനിതാ ജയിലുകൾ പ്രവർത്തിക്കുന്നു. അതുകൂടാതെ വനിതകൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ജയിലും പ്രവർത്തിക്കുന്നു. അങ്ങനെ 4 വനിതകൾക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവായിട്ടുള്ള സ്ഥാപനം എന്നുള്ള രീതിയിൽ 4 പ്രവർത്തിക്കുന്നു. മറ്റ് ജില്ലകളിൽ, അതായത് ഈ തിരുവനന്തപുരവും തൃശ്ശൂരും കണ്ണൂരും ഒഴിച്ചുള്ള ജില്ലകളിൽ, ജില്ലാ ജയിലുകളിൽ വനിതകളെ പാർപ്പിച്ചു വരുന്നുണ്ട്. അത് പ്രത്യേകം ബ്ലോക്കുകളിലായിട്ടാണ്. കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വനിതാ തടവുകാരുടെ എണ്ണം വളരെ കുറവാണ്. 200-ന് താഴെയാണ് ആകെ സംസ്ഥാനത്താകെയുള്ള തടവുകാരുടെ എണ്ണം. അത് പൊതുവെ ഫീമെയിൽ ക്രിമിനാലിറ്റി കുറവാണ്. അതല്ലെങ്കിൽ അത്തരത്തിൽ റിമാൻഡ് ചെയ്യപ്പെടുന്ന തടവുകാരുടെ എണ്ണം കുറവാണ്. അതുപോലെ അവർക്ക് സ്ത്രീകളെന്നുള്ള രീതിയിൽ അവർക്ക് കിട്ടുന്ന ചില, അല്ലെങ്കിൽ അവരുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില പരിരക്ഷകളൊക്കെ കൊണ്ടാണ് തടവുകാരുടെ എണ്ണം കുറയുന്നത്. അപ്പം അങ്ങനെയുള്ള തടവുകാരുടെ ഈ 3 ജയിലുകളിൽ വനിതാ സൂപ്രണ്ടന്മാരുടെ നേതൃത്വത്തിൽ വനിതാ ജീവനക്കാർ, വനിതാ വെൽഫെയർ ഓഫീസർമാർ എല്ലാം വനിതകളായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അവർ മാത്രമായിട്ട് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. 3 വളരെ വിജയകരമായിട്ട് പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 1990 മുതൽ കേരളത്തിലെ വനിതാ ജയിലുകൾ ഭംഗിയായി പ്രവർത്തിക്കുന്നുണ്ട്. ഒരെണ്ണമായിരുന്നു, അത് 3 മാറി. അതുകൂടാതെ ഇന്ത്യയിൽ തന്നെ ഒരു സ്വതന്ത്ര ചുമതലയിൽ ഒരു ഓപ്പൺ ജയിൽ വനിതകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ്. അത് 12 പേരെ അല്ലെങ്കിൽ 13 തടവുകാരേ ഉള്ളൂ. എന്നാൽ പോലും അത് ഭംഗിയായി പ്രവർത്തിക്കുന്നുണ്ട്. തടവുകാരിൽ തന്നെ പരോൾ കിട്ടാത്ത ഒരു വിഭാഗമുണ്ട്. ഒരു വിഭാഗമല്ല, പല തരത്തിലുള്ള കേസുകളിൽ പ്രതികളായി പിന്നീട് കുറ്റവാളികളാക്കപ്പെട്ട് വന്ന ആളുകൾ. ദീർഘകാലമായിട്ട് പരോൾ കിട്ടാത്ത പല വിഭാഗത്തിൽപ്പെടുന്ന തടവുകാരുണ്ട്. ചില ഈ പ്രോപ്പർട്ടി ഒഫൻസസിൽ വരുന്ന തടവുകാർക്കൊന്നും മോഷണ കേസ് അല്ലെങ്കിൽ കവർച്ച കേസ് അത്തരത്തിലുള്ള ആൾക്കാർക്കൊന്നും പരോൾ ഇല്ലാത്തവരാണ്. അതുകൂടാതെ നാർക്കോട്ടിക് കേസുകളിൽ പെട്ടുവരുന്ന തടവുകാർക്കും നമ്മൾ പരോൾ കൊടുക്കാത്ത ഒരു വിഭാഗം തടവുകാരുണ്ട്. അതുപോലെ ഈ ലൈംഗിക കുറ്റങ്ങളിൽ പെട്ടുവരുന്ന തടവുകാർക്കും നമ്മൾ പരോൾ കൊടുക്കുന്നതിന് നമ്മൾ വലിയ താല്പര്യം കാണിക്കാത്ത ആൾക്കാരാണ്. അപ്പം അങ്ങനെ കുറച്ച് വിഭാഗത്തിലുള്ള തടവുകാർ ദീർഘകാലമായിട്ട് ജയിലിനുള്ളിൽ കഴിയുന്നവരുണ്ടാകും. അതുകൂടാതെ സാധാരണ തടവുകാരാണെങ്കിൽ പോലും, സാധാരണ തടവുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഷ്വൽ ഒഫൻഡേഴ്സ്, അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പോകാൻ ഒരു വീടില്ലാത്തവർ, അല്ലെങ്കിൽ വെളിയിൽ പരോളിൽ ഇറങ്ങിയാൽ പരോളിന് വേണ്ട ജാമ്യം നൽകാൻ സാധിക്കാത്തവർ, അതിൽ കുടുംബ ബന്ധങ്ങൾ ശരിയല്ലാത്തവർ, സമൂഹത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാകുമെന്ന് വിചാരിച്ച് പോലീസ് റിപ്പോർട്ട് അനുകൂലമല്ലാത്തവർ, അതുപോലെ പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് അനുകൂലമല്ലാത്തവർ, അങ്ങനെയുള്ള കുറച്ച് പേർക്ക് പരോൾ കിട്ടാതെ ജയിലിനുള്ളിലുണ്ടാകും. ദീർഘകാലമായിട്ട് പുറത്തിറങ്ങാതെ കഴിഞ്ഞുകൂടുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ സ്ഥിതി നമ്മളുടെ ഈ കറക്ഷൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെടുത്തി ആലോചിക്കുമ്പോൾ ആ കറക്ഷൻ്റെ ഒരു ഘടകമാണ് അവരുടെ സാമൂഹികമായിട്ടുള്ള, അവരെ സമൂഹം അക്സെപ്റ്റ് ചെയ്യുന്ന രീതി, അവരെ കുടുംബം അക്സെപ്റ്റ് ചെയ്യുന്ന രീതി. അതും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു മേഖല പ്രവർത്തിക്കാതിരുന്നാൽ അത് നമ്മൾ ആത്യന്തികമായിട്ട് കറക്ഷനെ സഹായിക്കാതെ വരും. സാധാരണക്കാർക്കുള്ള മറ്റൊരു സംശയമാണ് ജീവപര്യന്തം തടവ്. 14 വർഷം കഴിഞ്ഞാൽ ജീവപര്യന്തം തടവ് കഴിയുന്നവർക്ക് പുറത്തിറങ്ങാൻ കഴിയും എന്നൊരു ധാരണയുണ്ട്. എന്താണ് ശരിക്കും ഈ ജീവപര്യന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജീവപര്യന്തം എന്ന് പറയുന്നത് ജീവാവസാനം വരെ എന്ന് തന്നെയാണ്. അതിന് യാതൊരു തരത്തിലുള്ള, അത് നിരന്തരമായിട്ട് കോടതികൾ അത് ക്ലാരിഫൈ ചെയ്ത് പറയാറുണ്ട്. ജീവിക്കുന്ന ലാസ്റ്റ് ബ്രത്ത് വരെ, അവസാന ശ്വാസം വരെയാണ് ശിക്ഷ. പക്ഷെ പിന്നീട് അത് നമ്മൾ 1-2 നടപടിക്രമങ്ങളിലൂടെ അവരുടെ റിലീസ് പരിഗണിക്കാൻ ഒരു കാലം നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഏത് തടവുകാരൻ്റെ ഏത് ശിക്ഷയും, പ്രത്യേകിച്ച് വധശിക്ഷ ഒഴിച്ച് ബാക്കിയുള്ള ശിക്ഷകൾ പുനഃപരിശോധിക്കാനും ഇളവ് ചെയ്യാനുമുള്ള അധികാരം ഗവർണർക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുമുണ്ട്. വധശിക്ഷാ പ്രതിയുടെ കാര്യത്തിനകത്ത് അത് സെൻട്രൽ ഗവൺമെൻറ്റിനും രാഷ്ട്രപതിക്കുമുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള ഭരണഘടന അനുസൃതമായിട്ടുള്ള അധികാരം ഉപയോഗിച്ചാണ് ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ബാക്കിയുള്ള ഏത് തടവുകാരൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ലൈഫേഴ്സിൻ്റെ കാര്യത്തിൽ ഈ 14 വർഷത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 വർഷം കഴിയുമ്പോൾ ഇവരുടെ റിലീസ് സംബന്ധിച്ച് പരിശോധന നടത്താം എന്നുള്ള ഒരു ക്ലോസ് ഉണ്ട് നമ്മളുടെ നിയമങ്ങളിൽ, പ്രത്യേകിച്ച് ക്രിമിനൽ നടപടി നിയമങ്ങളിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 14 വർഷം എന്നുള്ളൊരു ഒരു വിവക്ഷ വന്നത്. അങ്ങനൊരു 14 വർഷം എന്നൊന്നും ഇല്ല. 14 വർഷം ആയാൽ അവരുടെ കേസ് പരിഗണിക്കാം, വീണ്ടും അത് റിവ്യൂ ചെയ്യാം. ആ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജയിലുകൾക്കൊരു സംവിധാനമുണ്ട്, അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്നൊരു സംവിധാനം. അഡ്വൈസറി ബോർഡിൻ്റെ മുമ്പാകെ 14 വർഷം പൂർത്തിയാക്കിയവരുടെ കേസ് പ്ലേസ് ചെയ്യും. അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ അത് DGPയും സെഷൻസ് ജഡ്ജും അടങ്ങുന്ന മറ്റുള്ളവരൊക്കെ ഉൾപ്പെടുന്നൊരു കമ്മിറ്റിയാണ്. അവർ പരിഗണിച്ചതിന് ശേഷം വിടാവുന്നവരെ ശുപാർശ ചെയ്യും. ആ ശുപാർശ പ്രകാരം ഗവൺമെൻറ് അവരെ റിലീസ് ചെയ്യും. അതുകൊണ്ടാണ് ഈ 14 വർഷം എന്ന് പറയുന്നത്. പക്ഷേ 14 വർഷം കഴിഞ്ഞാൽ അവരുടെ കേസ് റിവ്യൂ ചെയ്യപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. വിടണമെന്നില്ല, എന്നാൽ വിടുകയും ചെയ്യാം. തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് അത് സംബന്ധിച്ചുള്ള കുറേ മാനദണ്ഡങ്ങളുണ്ടാവുമല്ലോ. എന്തൊക്കെയാണ് തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള മാനദണ്ഡങ്ങൾ? അവരെ ഏതു തരത്തിലാണ് പരിഗണിക്കുന്നത്? തടവുകാർക്ക് ശിക്ഷ ഇളവ് നൽകുന്നത് അവരുടെ സ്വഭാവത്തിൻ്റെയും ഏൽപ്പിക്കുന്ന ജോലി ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷ ഇളവ്. അത് ചില വകുപ്പുകൾ പ്രകാരം ശിക്ഷിക്കപ്പെട്ടവർക്ക് ശിക്ഷ ഇളവില്ല. എന്നാൽ മിക്കവാറും ഉള്ള തടവുകാർക്കെല്ലാം ഈ ശിക്ഷ ഇളവ് നൽകാനുള്ള നിയമം ഉണ്ട് താനും. അപ്പോൾ ചട്ടപ്രകാരവും നിയമപ്രകാരവും തടവുകാരുടെ ശിക്ഷാ കാലയളവിനുള്ളിൽ അവർക്ക് കുറച്ച് ഇളവുകൾ നൽകുന്ന ഒരു രീതിയുണ്ട്. അത് ഏൽപ്പിക്കുന്ന ജോലി നന്നായി ചെയ്യുന്നു, അതുപോലെ തന്നെ അയാൾ നല്ല സ്വഭാവം, അയാൾക്ക് ശിക്ഷാ നടപടികളൊന്നും ഇല്ലാതെ ജയിലിനുള്ളിൽ അയാൾ നല്ല സ്വഭാവം സൂക്ഷിക്കുന്നു. ഈ 2 കാര്യങ്ങൾ പരിഗണിച്ചാണ് നമ്മൾ ശിക്ഷ ഇളവ് നൽകുന്നത്. അത് ജയിൽ നിയമപ്രകാരം ആകെയുള്ള ശിക്ഷയുടെ 1/3 വരെ അയാൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ വേണ്ടി സാധിക്കും. അത് ഇപ്പം 3 വർഷത്തേക്ക് ശിക്ഷിക്കപ്പെടുന്ന ഒരു തടവുകാരന് 2 വർഷം ശിക്ഷ പൂർത്തീകരിച്ചാൽ അയാൾ റിലീസ് ചെയ്യപ്പെടാം. അങ്ങനെ അത്രയും 1 വർഷം വരെ അയാൾക്ക് 3 വർഷക്കാരന് 1 വർഷം വരെ 1/3 വരെ അയാളുടെ ശിക്ഷയിൽ കുറവ് വരുത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് തടവുകാർക്ക് അവരുടെ നല്ല രീതിയിൽ ജയിലിനുള്ളിൽ പെരുമാറുകയും ഈ തിരുത്തൽ പ്രക്രിയയിൽ സജീവമായിട്ട് പങ്കാളികളാക്കാനും ഒക്കെ തടവുകാർക്കുള്ളൊരു പ്രചോദനമായിട്ടിത് മാറാറുണ്ട്. ഈ തുറന്ന ജയിലുകൾ എന്ന് പറഞ്ഞല്ലോ, എന്താണ് ഈ തുറന്ന ജയിലുകൾ എന്ന സംവിധാനം? തുറന്ന ജയിലുകൾ നമ്മളുടെ ഏറ്റവും മിനിമം സെക്യൂരിറ്റിയുള്ള ജയിലുകളാണ്. നമ്മൾ കേരളത്തിലാണെങ്കിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള 2 ഓപ്പൺ ജയിലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാർ ഡാമിനടുത്ത് നെട്ടുകാൽത്തേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓപ്പൺ ജയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് 1962 മുതൽ പൂർണ്ണ രീതിയിൽ പ്രവർത്തിക്കുന്ന ജയിലാണ്. അതുകൂടാതെ കാസർഗോഡ് ജില്ലയിൽ ചീമേനി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു പ്ലാന്റേഷനാണ്. ഇതും ഒരു പ്ലാന്റേഷനാണ്. ഇത് 400-450 ഏക്കർ സ്ഥലമുണ്ട്. മറ്റേത് 300ഓളം ഏക്കർ സ്ഥലമുള്ള ഒരു പ്ലാന്റേഷൻ. അതുപോലെ സ്ത്രീ തടവുകാർക്ക് വേണ്ടിയിട്ട് വേറെ തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ തന്നെ ഒരു ഓപ്പൺ ജയിൽ പ്രവർത്തിക്കും. മിനിമം സെക്യൂരിറ്റിയേ ഉള്ളൂ. അത് തടവുകാർക്ക് സാധാരണ ജയിലുകൾക്കുള്ള ലോക്കപ്പ് അൺലോക്ക് രീതികൾ, മുറിക്കുള്ളിൽ പൂട്ടിയിടുന്ന അല്ലെങ്കിൽ പൂട്ടപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ നിയന്ത്രണം അങ്ങനെയൊന്നുമില്ല. അവർ വളരെ സ്വതന്ത്രമായിട്ട് താമസിക്കുന്നൊരു സ്ഥലമാണ്. അത് പലതരത്തിലുള്ള പരിശോധനകൾക്ക് ശേഷം ഒരു സെലക്ഷൻ പ്രൊസീജിയറിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന തടവുകാരാണ് അവിടേക്ക് പോകുന്നത്. അതിന് പ്രത്യേകിച്ച് മതിലുകളില്ല, അതിർത്തികൾ മാത്രമേ നിശ്ചയിച്ചിട്ടുള്ളൂ. ഒരു സ്ഥലത്ത് അവർ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്നത് പോലെ താമസിക്കുന്നു, കുറച്ചുകൂടെ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നു, അവർ ജോലി ചെയ്യുന്നു. സാധാരണയിൽ കൂടുതൽ വേജസ് അവിടെ ലഭിക്കും. അതുകൂടാതെ കൂടുതൽ പരോൾ അവർക്ക് ലഭിക്കും. സാധാരണ 60 ദിവസമാണ് തടവുകാർക്ക് ഒരു വർഷത്തിൽ പരോൾ ലഭിക്കുക. പക്ഷേ ഓപ്പൺ ജയിലിലെ തടവുകാർക്ക് 75 ദിവസം ലഭിക്കും. കൂടാതെ അവരെ ജയിലിനുള്ളിലേക്ക് വരാനും പോകാനും ഒന്നും അവർക്ക് പ്രത്യേകിച്ചൊരു ജാമ്യക്കാരൻ്റെ ആവശ്യമില്ല. അവരെ തന്നെ അവരുടെ തന്നെ പരോളിനുള്ള കാലം എത്തിയാൽ ഒരു ഒരു അപേക്ഷ പരിഗണിച്ച് അവരെ പരോളിൽ ഡ്യൂ ഡേറ്റിൽ പരോളിൽ വിടും. അത് തിരിച്ചു വരുന്നു. അക്കാര്യത്തിലൊക്കെ വളരെ ലഘുവായിട്ടുള്ള രീതികൾ മാത്രമേ ഉള്ളൂ.
തുറന്ന ജയിലിലേക്ക് തടവുകാരെ പ്രവേശിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ ഇതിലേക്ക് തടവുകാരെ തിരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ? ഉണ്ട്. അത് ചില തടവുകാർക്ക് മാത്രമേ, അത് ചില വകുപ്പുകൾ അനുസരിച്ച് ശിക്ഷിക്കപ്പെട്ട തടവുകാരെ ഓപ്പൺ ജയിലിലേക്ക് നമ്മൾ അയക്കില്ല. ചില നിയന്ത്രണങ്ങളുണ്ട് അതിനകത്ത്. പ്രത്യേകിച്ച് ഇപ്പോൾ കവർച്ചയ്ക്ക് ഉള്ളത്, ബലാത്സംഗം ഉള്ളത്, അതുപോലെ തന്നെ സെക്ഷൽ ഒഫൻസസ് എന്തെങ്കിലുമൊക്കെ ഉള്ളവർ. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില വകുപ്പുകൾ അനുസരിച്ച് ശിക്ഷിക്കപ്പെട്ട തടവുകാരെ നമ്മൾ ഓപ്പൺ ജയിലിലേക്ക് സെലക്ട് ചെയ്യാറില്ല. മറിച്ച് ജയിലിനുള്ളിൽ വന്നതിന് ശേഷം, ഒരു ക്ലോസ്ഡ് പ്രിസണിൽ വന്നതിന് ശേഷം കുറച്ച് കാലം അവിടെ കഴിഞ്ഞ് അവരെ പരോളിൽ പോയി തുടങ്ങി അവരെക്കുറിച്ച് നല്ല റിപ്പോർട്ടാണ് ലഭിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഓപ്പൺ ജയിലിലേക്ക് അയക്കുന്നത്. അതൊരു സെലക്ഷൻ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി തിരഞ്ഞെടുക്കും. അവരുടെ ഫിറ്റ്നസ് പരിശോധിക്കും. അവരുടെ ജയിലിന് പുറത്തുള്ള അവരുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം നോക്കും. അങ്ങനെയൊക്കെ നോക്കിയതിന് ശേഷം ആണ് അവിടേക്ക് തിരഞ്ഞെടുത്തയക്കും. തിരുവനന്തപുരത്തും കണ്ണൂരും മാത്രമേ വധശിക്ഷ നടത്താനുള്ള സൗകര്യങ്ങളുള്ളൂ. കേരളത്തിൽ 4 സെൻട്രൽ ജയിലുകളുണ്ടെങ്കിലും ഈ 2 ജയിലുകളിൽ മാത്രമാണ് വധശിക്ഷ നടപ്പാക്കാനുള്ള ഈ അതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളുള്ളത് ഈ 2 ജയിലുകളിലാണ്. കണ്ണൂരിൽ ഒരേ സമയം 2 പേരെ തൂക്കിക്കൊല്ലാനുള്ള സൗകര്യമുണ്ട്. തിരുവനന്തപുരത്ത് ഒരാളിനെ തൂക്കിക്കൊല്ലാനുള്ള സൗകര്യം.